എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ 4ാമത്തെ അധ്യായമായ ജീവികളിലെ രാസഗ്രാഹികൾ എന്നതിനെക്കുറിച്ചാണ്. എന്താണ് ഈ രാസഗ്രാഹികൾ, അതായത് കീമോറിസെപ്റ്റേഴ്സ്? നമ്മുടെ ശരീരത്തിലും സസ്യങ്ങളുടെ ശരീരത്തിലുമൊക്കെ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചില രാസവസ്തുക്കളുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സസ്യങ്ങളിലെ ഹോർമോണുകളെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചെടികൾ എങ്ങനെയാണ് വെളിച്ചമുള്ള ഭാഗത്തേക്ക് വളയുന്നത്? അതൊരു മാജിക്കൊന്നുമല്ല കേട്ടാ. അതിനു പിന്നിൽ ഒരു ഹോർമോണുണ്ട്. അതിന്റെ പേരാണ് ഓക്സിൻ. FW വെൻഡ് എന്നു പേരുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഓട്സ് ചെടിയുടെ തുമ്പ് മുറിച്ചെടുത്ത് ഒരു പരീക്ഷണം നടത്തി. അപ്പോഴാണ് ഈ ഓക്സിൻ എന്ന രാസവസ്തുവിനെക്കുറിച്ച് മനസ്സിലായത്. സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ സസ്യഹോർമോണുകൾ എന്നു പറയുന്നത്. അപ്പോ ഹോർമോണുകൾ സസ്യങ്ങളിൽ മാത്രമല്ല ഉള്ളത്, നമ്മുടെ ശരീരത്തിലുമുണ്ട്. ഈ ഹോർമോണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ പ്രത്യേക കോശങ്ങൾ വേണം. അവയെയാണ് നമ്മൾ ടാർഗറ്റ് സെല്ലുകൾ എന്ന് പറയുന്നത്. ഓരോ ഹോർമോണിനും അതിൻ്റേതായ ടാർഗറ്റ് സെല്ലുകൾ ഉണ്ടാകും. ഈ ടാർഗറ്റ് സെല്ലുകളിൽ ഹോർമോണുകളെ സ്വീകരിക്കാൻ റിസപ്റ്ററുകൾ ഉണ്ടാകും. ഹോർമോൺ ഈ റിസപ്റ്ററുമായി ചേരുമ്പോൾ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ കോംപ്ലക്സ് ആണ് കോശത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതൊരു താക്കോലും പൂട്ടും പോലെയാണ്. ശരിയായ താക്കോലുണ്ടെങ്കിലേ പൂട്ട് തുറക്കാൻ പറ്റൂ, അല്ലേ? അതുപോലെ തന്നെ മനുഷ്യരിലും മൃഗങ്ങളിലും ഹോർമോണുകൾ ഉണ്ടാകുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികളിലാണ്. അവ രക്തത്തിലൂടെയാണ് ടാർഗറ്റ് സെല്ലുകളിൽ എത്തുന്നത്. എന്നാൽ സസ്യങ്ങളിൽ അങ്ങനെയല്ല. സസ്യങ്ങളിൽ ഹോർമോണുകൾ ഉണ്ടാകുന്നത് വേരിന്റെയും കാണ്ഡത്തിന്റെയും അറ്റത്തും വിത്തുകളിലും തളിരിലകളിലുമൊക്കെയാണ്. അവ കോശങ്ങളിലൂടെയോ സൈലം, ഫ്ലോയം എന്നീ കുഴലുകളിലൂടെയോ ആണ് സഞ്ചരിക്കുന്നത്. ഇനി നമുക്ക് ഓക്സിൻ എങ്ങനെയാണ് ചെടിയെ വളയാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം. ഓക്സിൻ ഒരു പ്രത്യേകതയുണ്ട്. അതിന് വെളിച്ചം ഇഷ്ടമല്ല. അതുകൊണ്ട് സൂര്യപ്രകാശം ഒരു വശത്ത് നിന്നടിക്കുമ്പോൾ ഓക്സിൻ അതിന്റെ എതിർവശത്തേക്ക് പോകും. അവിടെയുള്ള കോശങ്ങൾ കൂടുതൽ വളരും. അതുകൊണ്ടാണ് ചെടി പ്രകാശമുള്ള ഭാഗത്തേക്ക് വളയുന്നത്. രസകരമല്ലേ? ഇനി നമുക്ക് മറ്റ് സസ്യഹോർമോണുകളെ പരിചയപ്പെടാം. ജിബ്ബെറെല്ലിനുകൾ എന്നൊരു ഹോർമോണുണ്ട്. ഇത് വിത്തുകളിലെ സുഷുപ്താവസ്ഥ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതായത് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു. സൈറ്റോകൈനിനുകൾ എന്ന ഹോർമോൺ കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് വിത്തുകൾ മുളയ്ക്കുമ്പോൾ കോശങ്ങൾ വേർതിരിയാനും സഹായിക്കുന്നു. ജിബ്ബെറെല്ലിനുകളും സൈറ്റോകൈനിനുകളും തണ്ടിലും വേരിലുമൊക്കെ കോശവിഭജനത്തിന് സഹായിക്കുന്നുണ്ട്. ഓക്സിൻ തണ്ടിന്റെ നീളം കൂട്ടുകയും വശങ്ങളിലേക്കുള്ള മുകുളങ്ങളുടെ വളർച്ചയെ തടയുകയും ചെയ്യും. കൂടാതെ പൂക്കളും പഴങ്ങളും ഉണ്ടാകാനും ഇത് സഹായിക്കും. സൈറ്റോകൈനിനുകൾ വശങ്ങളിലെ മുകുളങ്ങൾ വളരാൻ സഹായിക്കും. ഇലകൾ പെട്ടെന്ന് പ്രായമാകുന്നതിനെ തടയുകയും അവയുടെ പച്ചപ്പ് നിലനിർത്തുകയും ചെയ്യും. ജിബ്ബെറെല്ലിനുകൾ പഴങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെയും സ്വാധീനിക്കുന്നുണ്ട്. സൈറ്റോകൈനിനുകൾ വളരുന്ന ഭാഗങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തിക്കാനും സഹായിക്കും. ഇനി അടുത്തത് എഥിലിനാണ്. ഇലകളും പൂക്കളും പ്രായമാകുന്നതിനും പഴങ്ങൾ പഴുക്കുന്നതിനും എഥിലിൻ സഹായിക്കുന്നു. ഇത് ക്ലോറോഫിൽ, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് എന്നിവയുടെ വിഘടനത്തിനും കാരണമാകുന്നു. അടുത്ത ഹോർമോൺ അബ്സിസിക് ആസിഡ് അല്ലെങ്കിൽ ABA ആണ്. ഇത് സസ്യഭാഗങ്ങളുടെ വളർച്ചയെ തടയുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ ഇത് ചെടികളെ സഹായിക്കുന്നു. പാകമായ ഇലകളും പഴങ്ങളും കൊഴിഞ്ഞുപോകാനും ഇത് കാരണമാകുന്നു. അതുപോലെ അനുകൂല സാഹചര്യം വരുന്നതുവരെ വിത്തുകളെ സുഷുപ്താവസ്ഥയിൽ നിലനിർത്താനും ഇത് സഹായിക്കുന്നു.
അപ്പോൾ നമ്മൾ 5 പ്രധാന സസ്യ ഹോർമോണുകളെക്കുറിച്ച് പഠിച്ചു. ഓക്സിൻ, ജിബ്ബറിലിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ, അബ്സിസിക് ആസിഡ്. ഇവയെല്ലാം സ്വാഭാവികമായി സസ്യങ്ങളിൽ കാണുന്ന ഹോർമോണുകളാണ്. എന്നാൽ മനുഷ്യർ കൃത്രിമമായും ഇത്തരം ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവയെ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് എന്നു പറയുന്നു. അവ കൃഷിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സിന്തറ്റിക് ഓക്സിനുകൾ കമ്പുകളിൽ വേരുപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ചിലത് കളനാശിനിയായും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2,4-D. സിന്തറ്റിക് ജിബ്ബറിലിനുകൾ മുന്തിരിപ്പഴത്തിന്റെ വലിപ്പം കൂട്ടാനും കരിമ്പിൽ തണ്ടിന്റെ നീളം കൂട്ടാനും ഉപയോഗിക്കുന്നു. സിന്തറ്റിക് എഥിലിൻ പഴങ്ങൾ ഒരേ സമയം പഴുപ്പിച്ച് വിളവെടുക്കാൻ സഹായിക്കുന്നു. വാഴപ്പഴവും തക്കാളിയുമൊക്കെ ഒരേ സമയം പഴുപ്പിക്കാൻ ഇതുപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ സിന്തറ്റിക് ഹോർമോണുകൾക്ക് ചില ദോഷങ്ങളുമുണ്ട്. അവ ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ കൂട്ടുകാരുമായി ഒരു ചർച്ച സംഘടിപ്പിക്കണം കേട്ടോ. ഇനി ചെടികൾ പൂക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം. ഹോർമോണുകൾക്ക് പുറമെ ചില പ്രോട്ടീനുകളും രാവും പകലിന്റെ ദൈർഘ്യവും ഇതിൽ ഒരു പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. ഈ പ്രതികരണത്തെ ഫോട്ടോപീരിയോഡിസം എന്ന് പറയുന്നു. ഇതനുസരിച്ചാണ് ചെടികൾ പൂവിടുന്ന സമയം, പരാഗണം, വിത്ത് രൂപീകരണം എന്നിവ ക്രമീകരിക്കുന്നത്. ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഫൈറ്റോക്രോം എന്ന വർണ്ണവസ്തുവാണ്. ഇത് പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിവുള്ള ഒന്നാണ്. ഇത് ഇലകളിലാണ് ഉണ്ടാകുന്നത്. ഈ ഫൈറ്റോക്രോം രാവും പകലും തിരിച്ചറിഞ്ഞ് മുകളിലേക്ക് ഒരു സിഗ്നൽ അയക്കും. അങ്ങനെയാണ് പൂവിടാൻ സഹായിക്കുന്ന ജീനുകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സസ്യങ്ങളിലെ ഹോർമോണുകളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ഇനി നമുക്ക് മനുഷ്യരിലെ ഹോർമോണുകളുടെ ലോകത്തേക്ക് പോകാം. റെഡിയല്ലേ? നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നാഡീവ്യവസ്ഥ മാത്രമല്ല, ഹോർമോണുകൾക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യം നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച് പഠിക്കാം. ഇത് നമ്മുടെ കഴുത്തിലാണ് കാണപ്പെടുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങൾ, അതായത് മെറ്റബോളിസം, ശരീരവളർച്ച, വികാസം എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളുണ്ട്: ഫോളിക്യുലർ കോശങ്ങളും പാരാഫോളിക്യുലർ കോശങ്ങളും. ഫോളിക്യുലർ കോശങ്ങൾ തൈറോക്സിൻ എന്ന ഹോർമോണും പാരാഫോളിക്യുലർ കോശങ്ങൾ തൈറോജൻ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. തൈറോക്സിന്റെ ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെയും ശരീര താപനിലയെയും നിയന്ത്രിക്കുന്നു. നവജാത ശിശുക്കളിലും കുട്ടികളിലും തലച്ചോറിന്റെ വികാസത്തിന് സഹായിക്കുന്നു. ഹൃദയം, ചർമ്മം, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താനും ഇത് വേണം. കാൽസിറ്റോണിന്റെ പ്രധാന ജോലി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. തൈറോക്സിന്റെ ഉൽപ്പാദനത്തിൽ വ്യത്യാസം വന്നാൽ പല രോഗങ്ങളും ഉണ്ടാകാം. തൈറോക്സിന്റെ അളവ് കൂടിയാലുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിന്റെ ലക്ഷണങ്ങൾ ഉപാപചയ നിരക്ക് കൂടുക, ശരീരഭാരം കുറയുക, ഹൃദയമിടിപ്പ് കൂടുക, അമിതമായി വിയർക്കുക, ഉത്കണ്ഠ എന്നിവയാണ്. തൈറോക്സിന്റെ അളവ് കുറഞ്ഞാലോ? അതാണ് ഹൈപ്പോതൈറോയിഡിസം. ഇതിന്റെ ലക്ഷണങ്ങൾ ഉപാപചയ നിരക്ക് കുറയുക, ശരീരഭാരം കൂടുക, ഹൃദയമിടിപ്പ് കുറയുക, ക്ഷീണം, തണുപ്പ് സഹിക്കാൻ പറ്റാതാവുക എന്നിവയാണ്. ഗോയിറ്റർ എന്ന അസുഖത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? തൈറോയിഡ് ഗ്രന്ഥിയുടെ തകരാറുകൾ കൊണ്ടോ അയഡിന്റെ കുറവ് കൊണ്ടോ ആണ് ഇതുണ്ടാകുന്നത്. കഴുത്തിൽ മുഴയും ഭക്ഷണമിറക്കാൻ ബുദ്ധിമുട്ടുമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ രക്തത്തിലെ സാധാരണ കാൽസ്യത്തിന്റെ അളവ് ഫാസ്റ്റിംഗിൽ 70 മുതൽ 100 മില്ലിഗ്രാം വരെയും ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞത് 140 മില്ലിഗ്രാമിൽ താഴെയുമാണിരിക്കേണ്ടത്. ഈ അളവ് നിലനിർത്തുന്നത് 2 ഹോർമോണുകളാണ്. ഒന്ന് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ, രണ്ടാമത്തേത് പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതാർമോൺ. ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയുടെ പിന്നിലായാണ് കാണപ്പെടുന്നത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും?
അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കും. ഈ കാൽസിറ്റോണിൻ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്നത് തടയും. അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയും. ഇനി രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാലോ? അപ്പോൾ പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാഥാർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ പാരാഥാർമോൺ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരാൻ സഹായിക്കും. അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടും. അപ്പോൾ ഈ 2 ഹോർമോണുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൃത്യമായി നിലനിർത്തുന്നത്. കൊള്ളാമല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരോഗ്യമുള്ള ഒരാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഫാസ്റ്റിംഗിൽ 70. ഇനി നമുക്ക് ഉറക്കവും ഉണരലും എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിലെ തലാമസിന് അടുത്തായി പീനിയൽ ഗ്രന്ഥി എന്നൊരു ഗ്രന്ഥിയുണ്ട്. ഈ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനത്തിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്. രാത്രിയാകുമ്പോൾ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. പകൽ സമയത്ത് ഇതിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അതുകൊണ്ടാണ് രാത്രിയിൽ നന്നായി ഉറങ്ങാൻ കഴിയുന്നതും പകൽ ഉറക്കം വരാത്തതും. അതുകൊണ്ട് പീനിയൽ ഗ്രന്ഥിയെ നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയാറുണ്ട്. രാത്രിയിൽ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ അധികനേരം ഉപയോഗിക്കുന്നത് ഉറക്കം കുറയ്ക്കാൻ കാരണമാകും. കാരണം അതിൽ നിന്നുള്ള വെളിച്ചം മെലാറ്റോണിൻ്റെ ഉൽപ്പാദനത്തെ തടയും. അതുകൊണ്ട് ഉറങ്ങുന്നതിനു മുൻപ് ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഇനി നമ്മുടെ പ്രതിരോധശേഷിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയെ പരിചയപ്പെടാം. അതാണ് തൈമസ് ഗ്രന്ഥി. ഇത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോൺ ടി ലിംഫോസൈറ്റുകളുടെ പക്വതയെ സഹായിക്കുന്നു. ടി ലിംഫോസൈറ്റുകൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന പടയാളികളാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പോതലാമസിനെയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും കുറിച്ചാണ്. ഇവരാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദനത്തിന്റെ മാസ്റ്റർ കൺട്രോളർമാർ. മിക്ക എൻഡോക്രൈൻ ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസാണ്. ഹൈപ്പോതലാമസിന് താഴെയായാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ മുൻതലത്തെ നിയന്ത്രിച്ചാണ് മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെത്തി ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇൻഹിബിറ്ററി ഹോർമോണുകൾ അവയുടെ ഉൽപ്പാദനത്തെ തടയുന്നു. ഹൈപ്പോതലാമസ് വേസോപ്രസിൻ അഥവാ ADH, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ പിറ്റ്യൂട്ടറിയുടെ പിൻതലത്തിൽ സംഭരിച്ച് ആവശ്യാനുസരണം പുറത്തുവിടുകയും ചെയ്യുന്നു. പിറ്റ്യൂട്ടറിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. സൊമാറ്റോട്രോപ്പിൻ അഥവാ വളർച്ചാ ഹോർമോൺ. ഇത് ശരീരവളർച്ചയ്ക്ക് സഹായിക്കുന്നു. 2. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു. 3. അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അഥവാ ACTH. ഇത് അഡ്രിനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നു. 4. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അഥവാ GTH. ഇത് അണ്ഡാശയത്തിന്റെയും വൃഷണത്തിന്റെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. 5. പ്രോലാക്റ്റിൻ. ഇത് പാലുൽപാദനത്തിന് സഹായിക്കുന്നു. ഇനി പിന്തളം പുറത്തുവിടുന്ന ഹോർമോണുകളെ നോക്കാം. വേസോപ്രസിൻ അഥവാ ADH വൃക്കയിൽ നിന്ന് ജലത്തിന്റെ പുനരാഗീകരണം സാധ്യമാക്കുന്നു. ഓക്സിറ്റോസിൻ മിനുസമുള്ള പേശികളുടെ സങ്കോചത്തിനും പാൽ ചുരത്തുന്നതിനും സഹായിക്കുന്നു. ഇനി വളർച്ചയെ നിയന്ത്രിക്കുന്ന സൊമാറ്റോട്രോപ്പിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാം. വളർച്ചാഘട്ടത്തിൽ ഇതിന്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വളർച്ച മുരടിക്കും. ഈ അവസ്ഥയാണ് വാമനത്വം അഥവാ ജ്വാർഫിസം. ഉൽപ്പാദനം കൂടിയാലോ അമിതമായ ശരീര വളർച്ചയുണ്ടാകും.
അതാണ് ഭീമാഭാരത്വം അഥവാ ജൈജാണ്ടിസം. വളർച്ചാഘട്ടത്തിന് ശേഷം ഇതിന്റെ ഉൽപ്പാദനം കൂടിയാൽ മുഖം, കൈപ്പത്തി, കാൽപാദം എന്നിവിടങ്ങളിൽ അസ്ഥികൾ വളരും. ഈ അവസ്ഥയാണ് അക്രോമെഗാലി. ഇനി നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എങ്ങനെയാണ് നിലനിർത്തുന്നതെന്ന് നോക്കാം. ഇതിന് സഹായിക്കുന്നത് വേസോപ്രസിൻ എന്ന ഹോർമോണാണ്. വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് വിയർക്കുമ്പോൾ ശരീരത്തിൽ ജലാംശം കുറയും. അപ്പോൾ വേസോപ്രസിനിന്റെ ഉൽപ്പാദനം കൂടുന്നു. ഇത് വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണം കൂട്ടുന്നു. അതുകൊണ്ട് മൂത്രത്തിന്റെ അളവ് കുറയുന്നു. തണുപ്പുകാലത്ത് ഇതിന് നേരെ വിപരീതമായി സംഭവിക്കുന്നു. ഇനി പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഹോർമോണുകളെ പരിചയപ്പെടാം. പുരുഷന്മാരിൽ വൃഷണങ്ങൾ അഥവാ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇത് പുരുഷ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തിനും ബീജോൽപാദനത്തിനും സഹായിക്കുന്നു. ദ്വിതീയ ലൈംഗിക സ്വഭാവങ്ങളെയും ഇത് നിയന്ത്രിക്കുന്നു. സ്ത്രീകളിൽ അണ്ഡാശയം അഥവാ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. ഈസ്ട്രജൻ സ്ത്രീ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തിനും അണ്ഡോൽപാദനത്തിനും ആർത്തവചക്രത്തിനും സഹായിക്കുന്നു. പ്രൊജസ്റ്റിറോൺ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താനും ആർത്തവചക്രത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇനി വിശപ്പിനെയും വിശപ്പില്ലായ്മയെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആമാശയത്തിന്റെ മുകളിലുള്ള ചില കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രലിൻ എന്ന ഹോർമോണാണ് വിശപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വിശപ്പ് ഹോർമോൺ എന്ന് പറയുന്നു. കൊഴുപ്പ് കോശങ്ങൾ അഥവാ അഡിപ്പോസ് ടിഷ്യൂ ഉൽപ്പാദിപ്പിക്കുന്ന ലെപ്റ്റിൻ എന്ന ഹോർമോൺ വിശപ്പ് കുറയ്ക്കുന്നു. അതുകൊണ്ടിതിനെ സംതൃപ്തി ഹോർമോൺ എന്ന് പറയുന്നു. ലെപ്റ്റിൻ ഹൈപ്പോതലാമസിന് സിഗ്നൽ നൽകി ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. നമ്മുടെ നാഡീവ്യവസ്ഥയിലെ രാസസന്ദേശവാഹകരായ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഡോപ്പമൈൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ തുടങ്ങിയവ ഹോർമോണുകളായും പ്രവർത്തിക്കുന്നുണ്ട്. ഇവ നമ്മുടെ മാനസിക ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഫിറോമോണുകളെക്കുറിച്ച് പഠിക്കാം. ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് കണ്ടിട്ടില്ലേ? അതിനു പിന്നിൽ ഈ ഫിറോമോണുകളാണ്. ഒരേ വർഗത്തിൽപ്പെട്ട ജീവികൾ ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് പുറപ്പെടുവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറോമോണുകൾ. ഇവ പലതരത്തിലുണ്ട്. ടെറിട്ടോറിയൽ ഫിറോമോൺ അതിർത്തി നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. നായയും പൂച്ചയുമൊക്കെ ഇത് ചെയ്യാറുണ്ട്. അഗ്രിഗേഷൻ ഫിറോമോൺ ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അലാം ഫിറോമോൺ അപകട സൂചന നൽകുന്നു. ട്രെയിൽ ഫിറോമോൺ വഴി അടയാളപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതാണ് ഉറുമ്പുകൾ ഉപയോഗിക്കുന്നത്. സെക്സ് ഫിറോമോൺ ഇണയെ ആകർഷിക്കാൻ സഹായിക്കുന്നു. ഈ ഫിറോമോണുകളെ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഫിറോമോൺ കെണികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജീവികളുടെ നിലനിൽപ്പിന് നാഡീവ്യവസ്ഥയും എൻഡോക്രൈൻ സിസ്റ്റവും ഒരുമിച്ച് കൃത്യമായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അവയുടെ നിയന്ത്രണവും ഏകോപനവുമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സുഗമമാക്കുന്നത്. ഈ അധ്യായം എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8000600333 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.